നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ദേശീയപാത കൊടകരയിൽ മിനി ലോറി മറിഞ്ഞു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. പാലപ്പിള്ളിയിൽ പുലി പശുക്കുട്ടിയെ ആക്രമിച്ചു കൊന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകരയിൽ കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. കൊടകര തേശ്ശേരി സ്വദേശി ചെതലൻ വീട്ടിൽ ഇട്ടീരയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. പറമ്പിൽ ജാതിക്കായ ശേഖരിക്കാൻ പോയിരുന്ന ഇട്ടീര ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്നും നാളികേരമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇട്ടീര തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അപകട വിവരമറിയുന്നത്. ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതരെ വിവരമറിയിച്ച ഉടനെ ഫയർഫോഴ്സ് എത്തി ഇട്ടീരയെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി മാതാ മെഡിക്കൽ ജീവനക്കാരനാണ്. റാണിയാണ് ഭാര്യ. ലിഡിയ, മരിയ, സിനിയ എന്നിവർ മക്കളും ജോൺ, സിൻഡോ, ഫെബിൻ എന്നിവർ മരുമക്കളുമാണ്. ദേശീയപാത കൊടകരയിൽ മിനി ലോറി മറിഞ്ഞു. കൊടകര ഉളുമ്പത്തുംകുന്നിൽ ഇന്ത്യൻ കോഫി ഹൌസിന് സമീപത്താണ് മിനി ലോറി മറിഞ്ഞത്. ശനിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് ഓയിലുമായി പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് റോഡിൽ വൻതോതിൽ ഓയിൽ ചോർന്നുപോയിരുന്നു. ഇത് പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി റോഡ് കഴുകിയതിനു ശേഷമാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടത്തിയ ക്യാമ്പ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ലയൺ ജോൺസൺ കോലംകണ്ണി MJF ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര പള്ളി വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ PT ജോൺസ് MJF അധ്യക്ഷത വഹിച്ചു. ലയൺ KU വർഗീസ്, ലയൺ TK മാത്യു, ക്യാമ്പ് കൺവീനർ ലയൺ ടോക്സി ബോസ് തച്ചിൽ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ വന്ന് കണ്ടു നോക്കാനും പരിശോധിക്കാനും ഓപ്പറേഷനും ആവശ്യമായി വന്നിട്ടുള്ള എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരനെയും പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിലും ഇടിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. മേൽപ്പാലത്തിനടിയിലൂടെ പോയിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. 10ഓളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊടകര പോലീസ് സ്ഥലത്തെത്തി. ചാലക്കുടി നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവശത്തായി പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഹരിതകർമ്മസേന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ചു വച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. കനത്ത ചൂടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് നിഗമനം. സംഭവ സമയത്ത് ഹരിതകർമ്മസേന അംഗങ്ങളും മാലിന്യം കയറ്റിക്കൊണ്ടുപോകാൻ വന്നിരുന്ന ഏജൻസിയുടെ ആളുകളും സ്ഥലത്തുണ്ടായിരുന്നു. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി, അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. അഗ്നിശമന സേന അംഗങ്ങളും നാട്ടുകാരും മുനിസിപ്പാലിറ്റി ജീവനക്കാരും ചേർന്ന് നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിൽ 4 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിനായി ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന് സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുള്ള പ്ലാന്റ് നിലവിലുണ്ട്. എന്നാൽ അവിടെ ജീവനക്കാരില്ലാത്തതിനാൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചാലക്കുടി നഗരസഭയുടെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും വീടുകളിലെയൊക്കെ മാലിന്യങ്ങൾ സംഭരിക്കുന്ന MCFനോട് സമീപത്തുള്ള സ്റ്റോക്കിനാണ് ഇപ്പോൾ തീപിടിച്ചിട്ടുള്ളത്. കടുത്ത ചൂടിനെ തുടർന്നിട്ടായിരിക്കണം ഏതെങ്കിലും കാരണവശാൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 4-5 പേര് ഇവിടെ ഇത് കളക്ഷനുകൾ തരംതിരിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് കയറ്റി കൊണ്ടുപോകാനുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഇവിടുത്തെ ജീവനക്കാര് ഹരിതകർമ്മസേന, മുനിസിപ്പാലിറ്റി. പാലപ്പിള്ളിയിൽ പുലി പശുക്കുട്ടിയെ ആക്രമിച്ചു കൊന്നു. കുണ്ടായി എസ്റ്റേറ്റിൽ പമ്പ് ഹൌസിന്റെ തൊട്ടടുത്ത് വെച്ചാണ് പശുക്കുട്ടിയെ കൊന്നത്.
തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനോട് ചേർന്നാണ് സംഭവം. പ്രദേശവാസി കിളിയമണ്ണിൽ അലീമയുടെ പശുക്കുട്ടിയെയാണ് പുലി കടിച്ചുകൊന്നത്. നേരത്തെയും പ്രദേശത്ത് സമാന രീതിയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഭവം നടന്നത് തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനോട് ചേർന്നാണെന്നതിനാൽ ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. പുലിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാനയിലേക്ക് മലിനജലം തുറന്നുവിട്ടെന്ന പരാതിയിൽ പുതുക്കാട് മാർക്കറ്റ് റോഡിലെ മത്സ്യമാംസ കച്ചവട കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. പുതുക്കാട് സെന്ററിലെ കാനയിൽ മാംസാവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലം കെട്ടിക്കിടന്ന് കിണറുകളിലേക്ക് കലർന്നതോടെ പ്രദേശവാസിയായ പുളിക്കൻ ജെയിംസ് നൽകിയ പരാതിയിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. കടകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന കാനയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വർഷങ്ങളായി പരാതിയുമായി നടന്നിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും ജെയിംസ് പറഞ്ഞു. ഇറച്ചി വിൽപ്പന നടത്താനുള്ള പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് കടകൾ പ്രവർത്തിക്കുന്നത്. രാത്രികാലങ്ങളിൽ അറവ് മാലിന്യം ഉൾപ്പെടെ കാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പുതുക്കാട് സെന്ററിലെ കാനയിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിച്ചിട്ടും ഈ കടകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വീട്ടുകാരുടെ പരാതിയിൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയത്. പഴയ മാർക്കറ്റ് റോഡിലെ ഇറച്ചിക്കടകളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി അധികൃതർ കണ്ടെത്തി. എല്ലാ കടയുടമകളെയും നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി പഞ്ചായത്തിൽ യോഗം ചേരുമെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ തുടർ നടപടികളെടുക്കുമെന്നും സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. വേസ്റ്റ് വാട്ടർ നമ്മുടെ പൊതു ചാലാണ് ഇവിടെ ഉള്ളത്. നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു തർക്കപരം ഉണ്ടെങ്കിൽ കൂടി പഞ്ചായത്തിൻ്റെ അധീനതയിൽ അല്ലെങ്കിലും ഇതിനെല്ലാം ഉത്തരവാദിത്വം പഞ്ചായത്തിന് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവർ ഈ വെള്ളം ഇതിലേക്ക് വിടുമ്പോൾ ഈ പൈപ്പ് ലൈൻ പൊട്ടലും ഒപ്പം തന്നെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഈ വേസ്റ്റ് മുഴുവൻ ഒഴുകിയെത്തി താഴത്തെ CG തിയേറ്ററിന് ബാക്കിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ സെബി കുടിയൻ, ഷാജു കാളിയങ്കര, CC സോമസുന്ദരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CS സഹദേവൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിൽ 30 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പുതുക്കാട് സ്വദേശി വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൌരാവലി ചൊവ്വാഴ്ച സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 പുതുക്കാട് CG ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മുൻ മന്ത്രി PP ജോർജിന്റെ സ്മരണയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള വീൽചെയർ വിതരണം, പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള നോട്ട്ബുക്ക് വിതരണം, വയോജനങ്ങൾക്കുള്ള പുതുപ്പ് വിതരണം എന്നിവയും ചടങ്ങിൽ നടക്കും. TN പ്രതാപൻ MP, MLAമാരായ KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ് എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പൌരാവലി ഭാരവാഹികളായ KM ബാബുരാജ്, ഷാജു കാളിയങ്കര എന്നിവർ പങ്കെടുത്തു. വിരമിച്ചു കഴിയുമ്പോഴും നമ്മുടെ പ്രദേശത്ത് പൊതുരംഗത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ എന്നും തിളങ്ങി നിൽക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഏപ്രിൽ 30-ാം തീയതി CG ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സമുചിതമായ സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ആ സ്വീകരണം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യമായ കേരള. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ദേശീയപാത കൊടകരയിൽ മിനി ലോറി മറിഞ്ഞു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. പാലപ്പിള്ളിയിൽ പുലി പശുക്കുട്ടിയെ ആക്രമിച്ചു കൊന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.